കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോട് മണ്ണിടിഞ്ഞ് അപകടം. മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. കോപ്പർ ഫോളിയോ ഹോട്ടലിന് സമീപമാണ് അപകടമുണ്ടായത്. രമ്യ ദാസ് ചേരുന്നു വിവരങ്ങളുമായി. രമ്യ, മണ്ണിനടിയിൽ ആരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് സംശയിക്കപ്പെടുന്നത്? ഏത് തരത്തിൽ നടക്കുന്നു അവിടെ രക്ഷാപ്രവർത്തനം? തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കോഴിക്കോട് ബൈപ്പാസിലാണ് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. നെല്ലിക്കോട് ഭാഗത്താണ് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. കോപ്പർ ഫോളിയോ ഹോട്ടലിന് സമീപമാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയത്തെ തുടർന്ന് കാര്യമായി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ടീം എത്തി രക്ഷാപ്രവർത്തനം നടക്കുന്നതായാണ് മനസ്സിലാകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ മഴ കൂടിയതോടെ തന്നെ മണ്ണിടിഞ്ഞുള്ള അപകടങ്ങളും കൂടുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം 3 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ കോഴിക്കോട് നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോടാണ് മണ്ണിടിഞ്ഞുള്ള അപകടമുണ്ടായിരിക്കുന്നത്. മണ്ണിനടിയിൽ ഒരാൾ ഉള്ളതായി സംശയിക്കുന്നു. കോപ്പർ ഫോളിയോ ഹോട്ടലിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഇടമായി തന്നെ വേണം മനസ്സിലാക്കാൻ. ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാക്കുന്നത്. രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഇടത്താണോ ഈ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്? ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഇത് ബൈപ്പാസിന് സമീപമാണ്. ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. അതായത് കുത്തനെയുള്ള ഒരു ചെരിവാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണെടുത്ത് മാറ്റുന്നുമുണ്ട്. ഇതിനിടയിലായിരുന്നു മുകളിൽ നിന്നും മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. വലിയ അളവിൽ തന്നെ മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. ഇതിൽ നിലവിൽ ഒരു തൊഴിലാളി, ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ 3 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 പേർ ഓടി മാറിയതിനാൽ അവർ അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ ഈ ഇടിഞ്ഞ മണ്ണിനടിയിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിലാണ് മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീണിട്ടുള്ളത്. മുകളിൽ വീടുകളുമുണ്ട്. ഈ മേഖലയിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തിക്കിടെ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് തൊഴിലാളികളുടെ മുകളിലേക്ക് വീണത്. ഈ മണ്ണിനടിയിലാണ് ഒരു തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇവിടെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ മണ്ണ് മാറ്റാനുള്ള പ്രവൃത്തികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതായത് ഇടിയുന്ന ഒരു മേഖല കൂടിയാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടിയുണ്ട്. ചേട്ടാ, ഇത് കണ്ടിരുന്നു? എന്താ അവിടെ മാത്രമേ അടിഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടെ നിർമ്മാണ പ്രവൃത്തി കുറേ നടക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഇടിയുന്നൊരു മേഖല കൂടിയാണ് ഇത്തരത്തിൽ മണ്ണിടിയുന്നൊരു മേഖല കൂടിയാണ്. മണ്ണിടിയുന്ന മേഖലയാണ്. ഇവിടെ ഇപ്പോൾ 3 ആളുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇതിലുള്ളിലുണ്ട് പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, സമയത്തില്ല. ഇടിഞ്ഞ വന്നാ ലക്ഷ്മി, അപ്പോൾ ഇവിടെ പ്രദേശവാസികളായ ആളുകളും പറഞ്ഞു ഇവിടെ കുറേ നാളുകളായിട്ട് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ 3 ജോലിക്കാരാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ജോലി എടുത്തുകൊണ്ടിരുന്നത്. ഇതിൽ മണ്ണ് ഇടിഞ്ഞ് വീഴുന്നത് കണ്ടാണ് 2 പേർ ഓടി മാറിയത്. പക്ഷേ 3ാമത്തെ ആളാണ് ഇപ്പോൾ നിലവിൽ ഈ മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മണ്ണ് എടുത്തു മാറ്റുമ്പോൾ മുകളിൽ നിന്ന് ഇടിയാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ ഉണ്ട്. വലിയ തോതിലാണ് അവിടെ ഉണ്ടായിരുന്നവർ, അവിടെ ജോലി ചെയ്തിരുന്നവർ അതിഥി തൊഴിലാളികളാണോ? ഇപ്പോൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ടോ? ലക്ഷ്മി, 3 അതിഥി തൊഴിലാളികൾ തന്നെയാണ് ഈ മേഖലയിൽ ജോലി എടുത്തിരുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ 2 പേരാണ് ഇത്തരത്തിൽ ഓടി മാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളിൽ പെട്ട് കിടക്കുന്നത്, മണ്ണിനടിയിൽ ഉൾപ്പെട്ട് കിടക്കുന്നതും 3ാമത്തെ ആളായ ഈ അതിഥി തൊഴിലാളി തന്നെയാണ്. നിലവിൽ മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. വലിയ തോതിൽ തന്നെ ലക്ഷ്മി, നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം, വലിയ തോതിൽ തന്നെയാണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന മേഖലയിലേക്ക് വീണിട്ടുള്ളത്. ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടാണ്, ഇതിന് സമീപം ഒരു ഹോട്ടലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ മണ്ണ് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ തന്നെയാണ് ഈ മണ്ണ് മുകളിൽ നിന്നും ഇടിഞ്ഞ് ഈ തൊഴിലാളികളുടെ
മേളിലേക്ക് വീണിട്ടുള്ളത്. നിലവിൽ ഒരാളാണ് ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലക്ഷ്മി.